ഡിറ്റർമിനൻസിൻ്റെ കുറച്ചുകൂടി കൂടുതൽ പ്രോബ്ലംസിലേക്ക്. അപ്പോൾ 5-6 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല തോന്നുന്നു, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. പ്രൂവ് ദാറ്റ് പറഞ്ഞിട്ട് ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം. ബി പ്ലസ് സി എ എ ബി സി പ്ലസ് എ ബി ബി സി സി എ പ്ലസ് ബി ഈക്വൽ ടു 4ABC എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഡിറ്റർമിനൻ്റ് നമുക്കറിയുന്ന പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് എക്സ്പാൻഷൻ പറ്റില്ല. ഡയറക്റ്റ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വരില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടീസ് തന്നെ യൂസ് ചെയ്യണം ഇതിൽ. അങ്ങനെ തന്നെയാണ് ചോദ്യം വരിക സാധാരണയായിട്ട്. യൂസിങ് ദി പ്രോപ്പർട്ടീസ് ഇവാലുവേറ്റ് എന്നാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് എന്നും കൂടി ചിലപ്പോൾ ചോദ്യത്തിലുണ്ടാവും. നോക്കൂ, ഞാൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ എടുത്തു, ബി പ്ലസ് സി എ എ. ഇവിടെ പ്രോപ്പർട്ടീസാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഇതാ R1. ഞാനിവിടെ ചെയ്യുന്നത് R1. നോക്കൂ, R1 ബി പ്ലസ് സി ഉണ്ട്, അതിൻ്റെ താഴെ ബിയും സിയും. ജസ്റ്റ് അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ 0 ആയി പോകും. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം ഡിറ്റർമിനൻറ്റിൽ ഒരു റോ ആയാലും ഒരു കോളായാലും മാക്സിമം സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിളാവും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ അതായത് ഒന്നെങ്കിൽ ഒരു റോ കോമൺ ആക്കാനോ ഒരു കോളം കോമൺ ഒരേപോലെ ഐഡൻറ്റിക്കൽ ആക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സീറോ വരുത്താനാണ് നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബി പ്ലസ് സി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ R1 ചേഞ്ചസ് ടു അവിടെ എന്താ ചെയ്യണം നോക്കൂ, R1 മൈനസ് R2 മൈനസ് R3. R1 മാത്രമാണേ നമ്മൾ മാറ്റുന്നുള്ളൂ. R2 അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ R2നും R3ക്കും ചേഞ്ച് ഒന്നുമില്ല. R1 മാത്രമാണ് ചേഞ്ച് ആവുക. അത് എങ്ങനെയാണ് ചേഞ്ച് ആവുക? ഇത് രണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിച്ച് പറയാം. ബി പ്ലസ് സിയിൽ നിന്ന് ബിയും സിയും പോയി കഴിഞ്ഞാൽ അത് 0 ആണ്. ഇവിടെ എന്താ വരിക നോക്കൂ, എ മൈനസ് സി മൈനസ് എ മൈനസ് സി. അപ്പോൾ എന്ത് വരും? എയും എയും ക്യാൻസൽ ആവും, സി സി അവിടെ കിടപ്പുണ്ടാവും, അത് മൈനസ് ആണ്, -2c. അടുത്തതിൽ എന്താ വരിക? എ മൈനസ് ബി, എല്ലാം കുറയ്ക്കല്ലേ, മൈനസ് എ മൈനസ് ബി. അവിടെയും ഈ എയും ക്യാൻസലായി പോവും, മൈനസ് ബി 2b ആണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻസ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് ഇങ്ങനെയായിട്ട് മാറി. ഇവിടെ നോക്കൂ, ഒരു എലമെൻ്റാണ് നമുക്ക് 0 ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇത്രയും മതി. യൂസിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി, കൂടുതൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യണം എന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ ഒരു 0 കിട്ടിയിട്ടുണ്ടല്ലോ, R1 വെച്ചിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. സാധാരണ എങ്ങനെയാണോ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചത് അതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് ആലോചിച്ച് നോക്കാം. 0 ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാനില്ല, അത് 0 ആണ് അല്ലേ. നോക്കുമ്പോൾ ഇവിടെ 0, അത് ഞാൻ അത് മാത്രം എഴുതി. അടുത്തത് രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മൈനസ് എടുക്കണം, അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം മൈനസ് ഏതാ എലമെൻറ്റ്? -2c. ആ എലമെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോ കോളം ഒഴിവാക്കി ബാക്കി ഡിറ്റർമിനൻ്റ് ബി ബി സി എ പ്ലസ് ബി. ഓക്കെ, ശരിയല്ലേ എഴുതിക്കണം? നോക്കൂ, ബി ബി സി എ പ്ലസ് ബി. അടുത്തത് എടുക്കുമ്പോൾ വീണ്ടും മൂന്നാമത്തെ എടുക്കുമ്പോൾ പ്ലസ് എടുക്കണം, നമുക്കറിയാം. പ്ലസ് ഏതാ അവിടുത്തെ എലമെൻറ്റ്? -2b ഇൻറ്റു ആ -2bയെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കി എന്തുവരും? ബി സി പ്ലസ് എ സി സി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആ നെഗറ്റീവ് പോവും, 2c ഇൻറ്റു എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സി, അങ്ങനെയല്ലേ വരിക? 2c ഇൻറ്റു ഇവിടെ ഇതിങ്ങനെ ക്രോസ് ചെയ്തതാണ്. ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി നിങ്ങളിവിടെ. ഞാൻ ആ ഒരു സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കി. ബി ഇൻറ്റു എ പ്ലസ് ബി എന്താ വരിക? ബി എ പ്ലസ് ബി സ്ക്വയർ. പിന്നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ മൈനസ് സി ബി, ബി സി. ബി എ എന്നുള്ളതിന് എ ബി എന്ന് എഴുതി. അതേപോലെ ഇവിടെ -2b, ഇവിടെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബി സി, ഇത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്തു. മൈനസ് ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, സി ഇൻറ്റു സി, രണ്ട് ടേംസ് ഉണ്ട്, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് വരും. സി ഇൻറ്റു സി, സി സ്ക്വയർ സി എ, അപ്പം മൈനസ് സി സ്ക്വയർ മൈനസ് സി എ. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ, എന്താ വരിക? ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2abc പ്ലസ് 2b സ്ക്വയർ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -2b സി സ്ക്വയർ. ഇവിടെയോ -2bbc 2b സ്ക്വയർ സി, മൈനസ് ഇവിടെ പ്ലസ് 2bc സ്ക്വയർ 2bc സ്ക്വയർ, വീണ്ടും മൈനസ് പ്ലസ് 2abc. ഓക്കെ,
ഇവിടെ 2cb², ഇവിടെ -2cb² ക്യാൻസലായി. ഇവിടെ -2bc² പ്ലസ് 2bc², അത് രണ്ടും ക്യാൻസലായി. ബാക്കി വരുന്ന ആൻസർ എന്താ? 2abc പ്ലസ് 2abc ഈക്വൽ ടു എന്ത് കിട്ടും? 4abc. മനസ്സിലായോ? അത് അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഒറ്റ സ്റ്റെപ്പിലേ ഒരു ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. കുറച്ചൊരു ടഫ് ഉണ്ട്, അത് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിക്കാം. അതിൽ ചോദ്യം ഇതാണ്: XYZ ആർ ഡിഫറെൻറ്റ്. എക്സും വൈയും സെഡും വേറെ വേറെയാണെന്ന്. അതായത് 2, 2, 2 അങ്ങനെയല്ല, 2, 3, 4 അല്ലെങ്കിൽ 5, 6, 7 അങ്ങനെ വേറെ വേറെ എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ആൻഡ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ x സ്ക്വയർ x² 1 + x³ y സ്ക്വയർ 1 + y³ z² 1 + z³. ഇതിവിടെ തന്നെ കട്ട് ചെയ്ത് പോയി, അത് കാണാതെ. അപ്പോൾ ഇതാണ് ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? 0 ആണ്. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. എക്സും വൈയും സെഡും വേറെ വേറെ എലമെൻറ്റ്സ് ആണ്, ഈക്വൽ അല്ല. ഒപ്പം തന്നെ ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ സംഭവം ഏത് 1 + xyz = 0 എന്നാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു? ഈ ഡിറ്റർമിനൻ്റ് എടുക്കാം. ഇത് 0 ആണ് നമ്മൾ അവസാനം ഉപയോഗിക്കുന്നുള്ളൂ. ആ ഡിറ്റർമിനൻ്റ് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്താം എന്നിട്ടൊന്ന് നോക്കാം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, 2 ടേംസിൻ്റെ സം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്കിത് ഈ ഡിറ്റർമിനൻറ്റിനെ 2 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ x² 1 y² 1 z² 1 ഒരു ഡിറ്റർമിനൻറ്റ് പ്ലസ് അടുത്തതോ xyz x² y² z², അടുത്തത് x³ y³ z³ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിറ്റർമിനൻ്റ് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഡിറ്റർമിനൻ്റിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ x² x³ അവിടെ ആരാ കോമൺ? x കോമൺ ആണല്ലോ ഒരു റോയിൽ. രണ്ടാമത്തെ റോയിൽ ആരാ കോമൺ? അവിടെ y കോമൺ ആണ്. മൂന്നാമത്തെ റോയിൽ ആരാ കോമൺ? z കോമൺ ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനൻ്റിൽ ഒരു റോയിലോ ഒരു കോളത്തിലോ ഒരു എലമെൻറ്റ് കോമൺ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും? ഫസ്റ്റ് റോയിൽ നിന്ന് എക്സിനെ എടുക്കാം, സെക്കൻഡ് റോയിൽ നിന്ന് വൈനെ എടുക്കാം, തേർഡ് റോയിൽ നിന്ന് സെഡിനെ എടുക്കാം. അങ്ങനെ എടുത്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട. ഫസ്റ്റിലൊരു കാര്യം ചെയ്യേണ്ട, അത് ഞാൻ പറയാൻ വിട്ടുപോയി. C3യും C2യും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ അവിടെ ഓപ്പറേഷൻസ് ഒന്നുമില്ല, ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ C1ഉം C2യും ചേഞ്ച് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ഡിറ്റർമിനൻ്റിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തു. ഈ 2 ഓപ്പറേഷനും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും നോക്കാം. രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ XYZ ഇൻറ്റു ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. ഈ തിരിക്കലാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെയും ഒരു പ്രോപ്പർട്ടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ചേഞ്ച് റോയോ അല്ലെങ്കിൽ കോളോ ചേഞ്ച് ചെയ്യുമ്പോൾ ചിഹ്നം മാറും. അപ്പോൾ 2 ചേഞ്ച് വന്നാലോ വീണ്ടും ചിഹ്നം മാറും. അപ്പോൾ 2 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് പകരമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? -1². ഇനി ഇവിടുത്തെ ചേഞ്ച് നോക്കൂ. ഈ ഒന്നാമത്തേതിൽ C3 എന്തായി? C2 ആയി. എന്നിട്ട് പിന്നെ C2 C1 തിരിച്ചു. ഒന്നുകൂടി പറയാം. ഇവിടെ C3യും C2 ആയി ആദ്യം, അതിനുശേഷം C1 C2 ആയി. 2 ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് 1x² 1y y², 1z² രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈയും സെഡും കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, ഇത് പ്ലസ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യാൻ നോക്കൂ. ഇത് പ്ലസ് ആയില്ലേ? ഈ 2 ടേമും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കോമൺ ആണ്. അപ്പം നമുക്ക് ആ ഡിറ്റർമിനൻ്റ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പം എന്ത് വരും നിങ്ങൾക്ക് ആൻസർ? 1 + xyz ഇൻറ്റു ഈ സംഭവം ഇങ്ങനെ കിട്ടും. ഓക്കെ, 1x x², 1y y², 1z². ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഓർമ്മയില്ലേ? ഇതാ ഈ 1 + xyz 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇൻറ്റു മറ്റൊരു ടേമും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത് എന്തല്ലാന്ന് കൂടി തെളിയിക്കണം. അതും 0, അത് 0 ആവാൻ പാടില്ല. അത് 0 അല്ല എന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. അത് 0 അല്ല. അതായത് 2 ടേംസിൻ്റെ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ, പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ടേം 0 അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം 0 അല്ലെങ്കിൽ രണ്ടും 0. അപ്പം നമുക്ക് ഇതാണ് 0 തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ചെയ്യണേ നോക്കൂ. ഇവിടെ നേരത്തെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ 1 1 വരികയാണെങ്കിൽ നമ്മൾ
അത് 0 ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ R2 R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ആൻഡ് R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. അങ്ങനെ വരുമ്പോൾ R1ന് ചേഞ്ച് ഒന്നും വരില്ല, R1 അങ്ങനെ നിൽക്കും. R2ന് എന്താ ചേഞ്ച് വരാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. മൈനസ് സി അല്ലേ ചെയ്യണേ, ഇതും കൂടി മൈനസ് ചെയ്യും. അപ്പോൾ ഇത് 1 - 1 0. ഇവിടെയോ y മൈനസ് എക്സ്, ഇവിടെയോ y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ താഴെ എന്ത് വരും നോക്കൂ. ഇത് 1 - 1 0. ഇത് z മൈനസ് എക്സ്, ഇത് z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ എന്താ കിട്ടിയത്? നേരത്തെ ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നത്. ഓക്കെ, ഇനി വീണ്ടും രണ്ടാമത്തെ റോയിലേക്ക് ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ y മൈനസ് എക്സ്, ഇത് y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കേട്ട് പരിചയമുണ്ട്, കണ്ടു പരിചയമുണ്ട് ഒരുപാട്. ഈ ഐഡൻറ്റിറ്റി സ്കൂൾ ക്ലാസ് മുതലേ കാണുന്നതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ a പ്ലസ് ബി ടു എ മൈനസ് ബി. ഇവിടെ y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് y പ്ലസ് എക്സ് ഇൻറ്റു y മൈനസ് എക്സ്. അപ്പോൾ ഈ റോയിൽ കോമൺ ആയിട്ട് വരുന്ന ആളാണ് y മൈനസ് എക്സ്. സീറോയിൽ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. അതേപോലെ ഈ റോയിൽ കോമൺ ആയിട്ട് വരുന്ന ആളാണ് z മൈനസ് എക്സ്. നമുക്ക് അതിനെ പതുക്കെ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് y മൈനസ് എക്സ് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ ബാക്കി 1 വരും. ഇതാ 1. ഇവിടെ ബാക്കി y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് y മൈനസ് എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് y പ്ലസ് എക്സ് ആണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ തേർഡ് റോ ഒന്ന് ആലോചിച്ച് നോക്കൂ. തേർഡ് റോയിൽ എന്താ വരിക? z മൈനസ് എക്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതിനെ പുറത്തേക്ക് എടുത്തു. ഇവിടെ 0. ഇവിടെ എന്ത് വരും? 1. ഇവിടെ ബാക്കിയാവുന്നത് z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ z പ്ലസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ്. z മൈനസ് എക്സ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഒന്നുകിൽ ഇവിടെ ഇത്രയും വന്നില്ലേ, നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഉത്തരം എഴുതാം. അല്ലെങ്കിൽ വീണ്ടും ചെറുതായിട്ടൊരു ഓപ്പറേഷൻ കൂടി അപ്ലൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ 1 1 ഉണ്ട്. നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടിയ പിന്നെ അടുത്ത സ്റ്റെപ്പ് വളരെ ഈസി ആയി. ഞാനിവിടെ എന്താ ചെയ്തേ? ഇവിടെ ഒരു R3 അധികം വന്നിട്ട് R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. ഇത് ടൈപ്പിംഗ് എറർ ആട്ടോ, അത് നോക്കണ്ട. R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. R3 മൈനസ് R2 എന്ന് പറയുമ്പോൾ എന്താ വരിക? R2 ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് 0 ആയിപ്പോയി. 1 - 1. ഇവിടെ എന്താ വരിക? z പ്ലസ് എക്സ് മൈനസ് അല്ലേ. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി പോയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതൊക്കെ അതേപോലെ വരും. ഈ സ്റ്റെപ്പിൽ എന്ത് വരും? z മൈനസ് y. ഓക്കെ, ഈ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഡയഗണലിൻ്റെ താഴെ കംപ്ലീറ്റ് 0 വന്നു. ഡയഗണലിൻ്റെ താഴെയോ മുകളിലോ മുഴുവൻ 0 വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് വരും? 1 പ്ലസ് എക്സ് വൈ സെഡ് ഇൻറ്റു y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് y. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. നമുക്കത് ക്ലിയർ ആയി. ഇനി നമ്മളുടെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 പ്ലസ് എക്സ് വൈ സെഡ് 0 ആണെന്നാണ്. ഒരു കണ്ടീഷനും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് 0. ആ ഡിറ്റർമിനൻറ്റ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇത് 0 ആയിരിക്കും. പക്ഷേ എക്സും വൈയും സെഡും വേറെ വേറെ എലമെൻറ്റ്സ് ആണ്. എക്സും ഒരേ എലമെൻ്റ് ആയ എക്സും വൈയും സെഡും ഈക്വൽ ആയാലല്ലേ ഇയാൾ 0 ആവുള്ളൂ, അതുപോലെ ഇയാൾ 0 ആവുള്ളൂ, അതുപോലെ ഇതും 0 ആവുള്ളൂ. അപ്പോൾ അവിടെ ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ 0 ആണ്. അതായത് നമ്മൾ ഈ കണ്ടുവച്ച ഈ സംഭവത്തിൻ്റെ വില 0 ആണ്. ആൻഡ് ഈ എക്സും വൈയും സെഡൊക്കെ വേറെ വേറെ എലമെൻറ്റ്സ് ആണ്, ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ എക്സ് മൈനസ് വൈ, അത് സൈൻ ഒന്ന് തിരിച്ചിട്ടതാണ്, കുഴപ്പമില്ല. കാരണം എക്സ് മൈനസ് വൈ ഇങ്ങനെ അത് ഒരേ ഓർഡറിൽ എഴുതിയതാണ്. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കാര്യം ഓക്കെയാണ്. അപ്പോൾ ഈ എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും സെഡ് മൈനസ് എക്സും ഒന്നും എന്താവില്ല? 0 ആയിരിക്കില്ല. അത് 0 ആയില്ലെങ്കിൽ പിന്നെ ഈ പ്രോഡക്റ്റ് 0 ആണ്. പ്രോഡക്റ്റ് 0 ആകുമ്പോൾ പിന്നെ ആര് 0 ആയാലേ പറ്റൂ? 1 പ്ലസ് എക്സ് വൈ സെഡ് 0 ആയാലേ പറ്റൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതും സ്റ്റെപ്പ് കൂടുതലുള്ളതുമായ പ്രോബ്ലമാണ് ഇത്. ഇതിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻക്ലൂഡഡ് ആണ്. ആ 2 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് എക്സാമിന് ഇത് ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. ഏത് ചോദ്യം എന്ന് വെച്ചാൽ ഇത് ഡിറ്റർമിനൻറ്റ്, ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണാനായിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ കൂടി ഇവിടെയുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, ഒപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി ഇതിൽ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതും കുറച്ച് ലെങ്തിയാണ്, ഒരു ഡിഫറെൻ്റ് ടൈപ്പിലുള്ളതാണ്, ഇത്ര ഈസി അല്ല. നോക്കാം, ആ തന്നിരിക്കുന്ന വാല്യൂസ് തന്നെ നോക്കിക്കോളൂ എങ്ങനെയാണ്. എന്നിട്ട് നമുക്കത് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അടുത്ത സ്റ്റെപ്പ് എഴുതാൻ സിമ്പിളായി. ഈ സംഭവത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതായി. അപ്പം ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിന് വലിയ പണിയില്ല, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണ് കുറച്ച് കാര്യങ്ങളുള്ളത്. നോക്കാം നമുക്ക്.
എന്താ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല നിങ്ങൾക്ക്, പക്ഷെ നമ്മളോട് പറയാണ് ഫസ്റ്റ് റോയിൽ നിന്ന് എ പുറത്തേക്ക് എടുക്കാം. എ അവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക? പുറത്തേക്ക് എടുക്കണമെങ്കിൽ, ഇല്ലാത്ത സാധനത്തിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇവിടെ അത് ഡിവൈഡ് ചെയ്യാം അല്ലേ? അതല്ലേ പ്രൊസീജിയർ. അതായത് എ ബൈ എ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 1ൽ നിന്ന് എ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിന് 1നെ എങ്ങനെയാക്കണം? എ ബൈ എ ആക്കണം. 1നെ നമുക്ക് എ ബൈ എ എന്ന് എഴുതിക്കൂടെ? ഈ 1നെ എ ബൈ എ എന്ന് എഴുതാം, ഈ 1നെ നമുക്ക് എ ബൈ എ എഴുതാം. അതുപോലെ രണ്ടാമത്തെ റോയിൽ 1 ബി ബൈ ബി ആണ് വിചാരിക്കുക, ഇത് ബി ബൈ ബി ആണ് വിചാരിക്കുക, ഇതും ബി ബൈ ബി ആണ് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത് എന്താണെന്ന് അറിയാലോ? സി ബൈ സി. അങ്ങനെ ഓരോന്നിൽ നിന്നും R1ൽ നിന്ന് എ പുറത്തേക്ക് എടുക്കുക, R2വിൽ നിന്ന് ബി പുറത്തേക്ക് എടുക്കുക, R3യിൽ നിന്ന് സി പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞു, ഇവിടെ എടുത്തപ്പോൾ ബാക്കി ഇവിടെ എന്താ വരിക? ഇവിടെ എ ബൈ എ ആയിരുന്നില്ലേ, ഞാൻ എ അല്ലേ പുറത്തേക്ക് എടുത്തത്. ബാക്കി എന്ത് വരും? 1 ബൈ എ. ഈ എയും പുറത്തേക്ക് പോയില്ലേ, അപ്പോൾ 1. ഇവിടെയൊക്കെ 1 ബൈ എ 1 ബൈ എ. അതേ പാറ്റേണിൽ നിങ്ങൾക്ക് അടുത്ത റോ മനസ്സിലാവും. 1 ബൈ ബി 1 ബൈ ബി പ്ലസ് 1 ബൈ ബി 1 ബൈ സി 1 ബൈ സി 1 ബൈ സി പ്ലസ് 1. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒരേപോലെ വരുന്നതായിട്ട് തോന്നും. അതായത് ഞാൻ ഇനി അടുത്തതിൽ ചെയ്യാൻ പോകുന്നത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇത് മൂന്നും കൂടി R1 ഉള്ള റോ ചേഞ്ച് ചെയ്യണം, R1 മാത്രം. എങ്ങനെ ചേഞ്ച് ചെയ്യണം? ബാക്കി രണ്ടും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1 ബൈ എ പ്ലസ് 1 പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഇവിടെ ഒന്ന് ആഡ് ചെയ്തേ. 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 പ്ലസ് 1 ബൈ സി. ഇവിടെ ഒന്ന് ആഡ് ചെയ്യൂ. 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി പ്ലസ് 1. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ നോക്കാം. കണ്ടോ, ഫസ്റ്റ് റോ കംപ്ലീറ്റ് സെയിം ടേംസ് ആണ് വന്നിരിക്കുന്നത്. 1 പ്ലസ് 1 ബൈ എ, അതൊന്നൊരു ഓർഡറിലാക്കി എഴുതിയത് മാത്രം. 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. അപ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് വന്നാൽ ഉടനെ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2ഉം 3ഉം കോളത്തിന് ചേഞ്ച് ഇല്ല. ആദ്യത്തേത് 1 1 വന്നായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ കോളം വൈസ് ആണ്. കാരണം ഇങ്ങനെയാണ് 1 1 1 വന്നിരിക്കുന്നത്. ഫസ്റ്റ് റോയിലാണ് കംപ്ലീറ്റ് 1 വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ കോളത്തിൽ 0 വരും, ഈ കോളത്തിലും 0 വരും. അപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ C2, രണ്ടാമത്തെ കോളം C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 ആൻഡ് C3 ചേഞ്ചസ് ടു C3 മൈനസ് C1. അപ്പോൾ ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഇല്ല. ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഇവിടെ ആലോചിച്ചിട്ട് പറയാം, മൈനസ് C1 ആണ് 0. ഇവിടെയും 1 ബൈ ബി മൈനസ് 1 ബൈ ബി 0. ഇവിടെയോ 1 ബൈ സി പ്ലസ് 1 മൈനസ് 1 ബൈ സി 1. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ വീണ്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡയഗണലിൻ്റെ മുകളിൽ കംപ്ലീറ്റ് 0. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസിൽ ഒന്നും ചെയ്യാനില്ല, 1 ആണ്. സോ ആൻസർ ഈസ് ABC ഇൻറ്റു 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 പ്രോബ്ലംസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടഫാണ്, ശ്രദ്ധിക്കുക കേട്ടോ.